വെല്ലുവിളിയുടെ മുൻപിൽ ദൈവത്തെ സ്തുതിച്ചവന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ അവന്റെ കാൽ കീഴിലാകുകയാണ്. സാഹചര്യങ്ങൾ അവൻ അനുകൂലമാകുകയാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് എങ്ങനെ പാടാതെ വസിക്കാൻ കഴിയും? കർത്താവിനെ സ്നേഹിക്കുന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ച്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. മക്കളെ, കർത്താവിനെ സ്നേഹിക്കുന്നവരെന്ന് കൈ താഴ്ത്തിയിട്ടെ. ഈ പ്രൊഫസിക്ക് അപ്പുറമായ ഒരു പ്രൊഫസി വേറെ ഇല്ല കേട്ടോ. എക്സോഡസ് ചാപ്റ്റർ 20 പുറപ്പാട് 20-ന്റെ 6-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ 1000 തലമുറ, 1000 ജനറേഷൻ. ഹല്ലേലൂയ. ശാപം 3 തലമുറയിലാ വരുന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കാത്തവന്റെ കുടുംബത്തിൽ ശാപം 3 തലമുറയിലാ വരുന്നതെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ കുടുംബത്തിൽ 1000 തലമുറയിലേക്ക്, 1000 ജനറേഷൻ കൈമാറുക. I want to prophesy, I want to release one more word for this church. ഒരു വാഗ്ദത്തം റിലീസ് ചെയ്യാണ് ഇവിടെ. എത്ര പേരത് പിടിക്കാനുണ്ട്? ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 30. ബൈബിൾ എടുക്കണം, നിങ്ങൾ നോക്കിയാൽ മതി, ടെലിവിഷൻ നോക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യാൻ മതി. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ. സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ വലിയ മാന്യതകളെ ആത്മാവ് കൽപ്പിക്കട്ടെ. സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ. പൊന്ന് സഹോദര, സൂര്യൻ അതിന്റെ പ്രതാപത്തോടെ ഉദിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഇരുട്ടിന് പിന്നെ ഒരു രക്ഷയില്ല. സൂര്യൻ അതിന്റെ പ്രതാപത്തോട് ഉദിച്ചു കഴിഞ്ഞുണ്ടല്ലോ, അതിന്റെ അടുത്തൊരു 1000 മീറ്റർ പോലും അപ്പുറത്ത് നിന്ന് നിൽക്കാൻ പറ്റുകയില്ല. സൂര്യൻ അതിന്റെ പ്രതാപത്തോട് ഉദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ശക്തികൾക്ക് പിന്നെ അതിനെ തടയാൻ കഴിയുകയില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളോട്, കർത്താവിനെ സ്നേഹിക്കുന്ന മക്കളോട് ഈ വചനത്തെ നെഞ്ചിൽ പിടിച്ച് പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ ഉദിക്കുന്ന സീസണിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രോമിസ് ചെറുതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 122-ാമത്തെ സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് ഞാൻ തന്നെ വിളിച്ചു പറയും, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും. 6-ാമത്തെ വാക്യത്തിൽ പറയും, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും, നിന്റെ അരമനകളിൽ സ്വൈര്യം ഉണ്ടാകട്ടെ. നിന്നെ സ്നേഹിക്കുന്നവർ, യേശുവപ്പാ അങ്ങേ സ്നേഹിക്കുന്നവർക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ. അവരുടെ കൊത്തളങ്ങളിൽ സമാധാനവും അവരുടെ അരമനകളിൽ സ്വൈര്യത ഉണ്ടാകട്ടെ. In the name of Jesus. കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു, അല്പം ഇളച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം എല്ലാ ഭയത്തെയും പുറത്താക്കുന്നു. ഇന്ന് പകൽ എന്നെ സ്നേഹിക്കുന്ന ഒരപ്പ എനിക്കുണ്ട് എന്ന ബോധ്യത്തിലുള്ളവർ ആത്മാവിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ശബ്ദമുയർത്തി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കണം. വേറെ ഒന്നും വേണ്ട കർത്താവേ, അങ്ങേ സ്നേഹിക്കുന്ന ഒരു നല്ല ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുമാരെന്ന് കൈകൾ ഉയർത്തി. അങ്ങേ സ്നേഹിക്കുന്ന ഒരു ഹൃദയം, അങ്ങേ സ്നേഹിക്കുന്ന ഒരു
ദൈവസ്നേഹം ഒന്നേയൻ പ്രശംസ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ സൂര്യൻ തന്റെ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ അവരുടെ ജീവിതം അനുഗ്രഹപൂർണമാകും. യഹോവയെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കും. അവരുടെ അരമനകളിൽ സമാധാനവും അവരുടെ കൊത്തളങ്ങളിൽ സന്തോഷവും ഉണ്ടാകും. അപ്പാ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള കൃപ തരണമേ. സ്നേഹത്തിൽ ക്ഷമയുണ്ട്, സ്നേഹത്തിൽ ഐക്യതയുണ്ട്, സ്നേഹത്തിനകത്ത് വൈരാഗ്യമില്ല, സ്നേഹത്തിനകത്ത് വിദ്വേഷമില്ല, സ്നേഹത്തിനകത്ത് ചതിയില്ല, സ്നേഹത്തിനകത്ത് വഞ്ചനയില്ല. ആ പ്യുവർ ലവ്, Daddy, you are pure love. Fill my heart today morning, Lord. അത് ആഗ്രഹിക്കുന്നവർ ആ കൈ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് എന്നിട്ടൊന്ന് ചങ്ക് പൊട്ടി കർത്താവിനോടൊന്ന് പറഞ്ഞ്, എൻ്റെ സ്നേഹം ഒരു അഭിനയമാകല്ലേ കർത്താവേ, എൻ്റെ സ്നേഹം ഒരു ആക്ട് ആകല്ലേ കർത്താവേ, എൻ്റെ സ്നേഹം ഹൃദയത്തിൽ നിന്നാകട്ടെ. അങ്ങയോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കട്ടെ കർത്താവേ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ എനിക്ക് തിരികെ തരണമേ. എൻ്റെ വചനധ്യാനത്തെ എന്നിൽ തിരികെ തരണമേ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ ആലയത്തെ സ്നേഹിക്കുമല്ലോ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ ജനത്തെ സ്നേഹിക്കുമല്ലോ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയുടെ ദാസന്മാരെ സ്നേഹിക്കുമല്ലോ. എത്ര പേർ പറയും, ഞങ്ങൾക്കുള്ളതൊന്നും ഞങ്ങളുടെ അല്ല കർത്താവേ. ഞങ്ങളെ സ്നേഹിച്ച യേശുവേ, അങ്ങയുടെ മുൻപിലേക്ക് സകലതും എടുത്തിടുക കർത്താവേ. ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും അങ്ങയുടെ പാദത്തിലേക്ക് വയ്ക്കുക കർത്താവേ. എൻ്റെ ശക്തി എന്ന് പറയുന്നതും എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ ആരോഗ്യവും എൻ്റെ പണവും എൻ്റെ സമയവും എല്ലാം I will give it to you, Lord Jesus. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. യേശുവിൻ്റെ കൽപ്പനയാണ് സ്നാനം. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. യേശുവിൻ്റെ കൽപ്പനയാണ് വിശ്വാസ സ്നാനം. സ്നാനപ്പെടുന്നത് മതത്തിൽ ചേരാനല്ല, സ്നാനപ്പെടുന്നത് സംഘടനയുടെ ഭാഗമാകാനല്ല, സ്നാനപ്പെടുന്നത് ക്രിസ്തുവിനോടുകൂടെ ചേരുവാനാണ്, ക്രിസ്തുവിനെ ധരിക്കുവാനാണ്. ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ്. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതം ഞാൻ ഇതുവരെ ഇത്രയും സ്നേഹിക്കുന്ന കർത്താവിന് കൊടുത്തിട്ടില്ല. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ രക്ഷിതാവും കർത്താവുമായി എന്നിൽ വസിക്കണമേ. എനിക്ക് സ്നാനപ്പെട്ട് ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ആഗ്രഹമുണ്ട് എന്നുള്ളവർ അഭിമാനത്തോടെ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, എനിക്ക് സ്നാനപ്പെട്ട് യേശുവിനായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഈ യേശുവിനായി എൻ്റെ ഹൃദയത്തെ തരുന്നു, എൻ്റെ ഉള്ളത്തെ തരുന്നു. സന്തോഷത്തോടെ ആ കൈകളെ ആ മക്കളുമാർ ഉയർത്തിപ്പിടിച്ച്, അമ്മ, അച്ഛൻ, പിതാവ്, മകൾ ഉയർത്തിപ്പിടിച്ച്, I need Jesus. Pastor Christy will pray for you. Close your eyes and lift your hand. Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. കർത്താവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ അങ്ങയെ സ്നേഹിക്കുന്നവരായി തീരുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ കർത്താവെ ചലിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ അഭിഷിക്തനെ കർത്താവെ അവിടുന്ന് ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്തൊക്കെ ഭാരത്തോടെ, വിഷയത്തോടെ, പ്രയാസത്തോടെയാണോ കടന്നു വന്നത്, അതിനകത്ത് ദൈവം വലിയൊരു വിടുതൽ കൊടുത്തു കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്നത്തെ പകൽ ഒരു വലിയ വിടുതലിൻ്റെ പകലായി തീർന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അനേകം ആളുകൾ സ്നാനപ്പെടുവാൻ വേണ്ടി അവരുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുവല്ലോ. അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കടന്നു വന്ന ജനത്തെ ഒരിക്കൽ കൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയമായ നന്മകളാലും, എല്ലാ ഭൗതികമായ അനുഗ്രഹങ്ങളാലും, എല്ലാ സാമ്പത്തിക സമൃദ്ധികളാലും, പരിശുദ്ധാത്മാവിൻ്റെ നിറവാലും അങ്ങയുടെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ